ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിന് വേണ്ടി എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Hebrew chapter 13 verses 20 and 21. ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുവാനാകട്ടെ. അവന് എന്നേക്കും മഹത്വം. ആമേൻ. അപ്പൊ അല്പസമയം സദ്യ ഒരു പഠന ധ്യാന രീതിയിലാണ് ഞാനിന്ന് ഈ ദൈവത്തിന്റെ വചനം. എൻ്റെ മിക്കവാറും ആ സന്ദേശങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. അങ്ങനെ ഒരു ശുശ്രൂഷയാണ് ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എന്നോട് കൂടെ നിങ്ങൾ കടന്നു വരണം എന്ന് ഓർമ്മിക്കുകയാണ്. വായിച്ചു കേട്ടപ്പോൾ നമുക്ക് പ്രത്യക്ഷത്തിൽ ഇച്ചിരി കടുപ്പമുള്ള വാക്കുകളും വാചകങ്ങളുമാണ്. ഇന്നത്തെ സമയപരിധിയിലെല്ലാം ഞാൻ അതിൽ നിന്ന് പറയാനായിട്ട് താല്പര്യപ്പെടുന്നില്ല. എൻ്റെ പ്രസംഗത്തിന്റെ വിഷയം ഇതാണ്: വലിയ ഇടയനായ ക്രിസ്തു. യേശു ക്രിസ്തു വലിയ ഇടയൻ. യേശു ക്രിസ്തു പെരിയ മെയ്പ്പൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അതാണ് ഞാൻ അല്പസമയം നിങ്ങളോട് ശുശ്രൂഷിക്കാനായിട്ട് താല്പര്യപ്പെടുന്നത്. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വലിയ ഇടയൻ. ഈ വേദഭാഗത്തിൽ ഒന്ന് ഞാൻ അവലോകനം ചെയ്തിട്ട് വിഷയത്തിലേക്ക് കടന്നു വരാം. ദൈവവചനത്തിൽ യേശു ക്രിസ്തുവിനെ പ്രധാനമായിട്ട് 3 നിലയിലാണ് ചിത്രീകരിച്ചത്. ഇടയൻ എന്നുള്ള നിലയിൽ ഒന്ന്, യേശു ക്രിസ്തു നല്ല ഇടയൻ, ഗുഡ് ഷെപ്പേർഡ്. അതിന്റെ വാക്യം യോഹന്നാൻ 10:11 എല്ലാം ഞാൻ വായിപ്പിക്കുന്നില്ല. ഇങ്ങനെയാണ്: ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവനെ നൽകുന്നു. യേശു ക്രിസ്തു നല്ല ഇടയൻ. രണ്ടാമതായിട്ട് ഇടയനോടുള്ള ബന്ധത്തിൽ യേശുവിനെ പറഞ്ഞിരിക്കുന്ന പുതിയ നിയമത്തിൽ യേശു ക്രിസ്തു വലിയ ഇടയൻ, the great shepherd, വലിയ ഇടയൻ, പെരിയ മേയ്പ്പൻ. എബ്രായ ലേഖനം 13-20 വാക്യം നമ്മൾ വായിച്ചതാണ്. നിത്യദൈവത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ യേശു ക്രിസ്തു. അപ്പോൾ നമ്മുടെ കർത്താവ് നല്ല ഇടയനാണ്, വലിയ ഇടയനാണ്. അടുത്തതായിട്ട് പറയുന്നു, അവൻ ശ്രേഷ്ഠ ഇടയൻ, ചീഫ് ഷെപ്പേർഡ്. അതിനുള്ള വാക്യം പത്രോസിന്റെ 1-ാം ലേഖനം 5-ാം അധ്യായം 4-ാം വാക്യമാണ്. അവൻ ആ വാക്യം വേണമെങ്കിൽ ഒന്ന് വായിച്ചു. 1 പത്രോസ് 5:4. എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ നിങ്ങൾ തേജസ്സിന്റെ വാടാത്ത കിരീടം പ്രാപിക്കും. ഇടയശ്രേഷ്ഠൻ, അതിന് ഇംഗ്ലീഷിൽ ചീഫ് ഷെപ്പേർഡ് എന്ന് പറയും. അങ്ങനെ യേശു ക്രിസ്തു നല്ല ഇടയൻ, വലിയ ഇടയൻ, ശ്രേഷ്ഠ ഇടയൻ. ഈ വേദഭാഗത്ത് നമ്മൾ വായിച്ച 20-21 വാക്യങ്ങളിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് വേഗത്തിൽ പോകട്ടെ. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്: 3-4 കാര്യങ്ങൾ പഠന സൗകര്യത്തിന് വേണ്ടി കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അത് ഹൃദയത്തിൽ നോട്ട് ചെയ്യാം. 4 പീസ്. പീസ് എന്ന് പറഞ്ഞാൽ പീകൾ, 4G എന്നൊക്കെ പറയുന്ന പോലെ പി. 4 പി ഇംഗ്ലീഷിൽ ഞാൻ വേഗത്തിലൊക്കെ പറഞ്ഞു. 1, പീസ് ഓഫ് ഗോഡ്, സമാധാനത്തിന്റെ ദൈവം അവിടെ പറയുന്നുണ്ട്. സമാധാനത്തിന്റെ ദൈവം. നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ സമാധാനം കടല് പോലെയാണ്, നദി പോലെ തന്റെ ജനത്തിന് സമാധാനം നൽകുന്ന ദൈവമാണ്. സമാധാനത്തിന്റെ ദൈവം. രണ്ടാമതായിട്ട് പറഞ്ഞു, മരിച്ചവരുടെ ഇടയിൽ നിന്ന് അവനെ മടക്കി വരുത്തിയ ദൈവം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ശക്തി. ആമേൻ. ആരാധിക്കുമ്പോൾ നമുക്ക് എന്ത് ലഭിക്കും? ആമേൻ. ദൈവത്തിന് നാം മഹത്വം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് തരും? ദൈവം ശക്തി തരും. ആമേൻ. 29-ാം സങ്കീർത്തനത്തിൽ പറയുന്ന, ദൈവപുത്രന്മാരെ യഹോവയ്ക്ക് കൊടുപ്പീൻ, യഹോവയ്ക്ക് അവന്റെ നാമത്തിന് മഹത്വം കൊടുപ്പീൻ. 11-ാം വാക്യത്തിലേക്ക് പറയുകയാണ്, അങ്ങോട്ട് നാം മഹത്വം കൊടുക്കുമ്പോൾ ഇങ്ങോട്ട് ദൈവം തരുന്ന എന്താണ്? യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും.
പകൽക്കാല ദൈവത്തിന് മഹത്വം കൊടുക്കുമ്പോൾ ദൈവം തിരിച്ചിങ്ങോട്ട് നമുക്ക് തരുന്നതാണ് സമാധാനവും ശക്തിയും. അപ്പോൾ ഈ വേദഭാഗത്തിൽ പറഞ്ഞ ദൈവിക സമാധാനം, ദൈവത്തിന്റെ ശക്തി. ആമേൻ. മൂന്നാമത്തെ പി എന്ന് പറയുന്നത് പീസ് ഓഫ് ഗോഡ്, പവർ ഓഫ് ഗോഡ്, പ്രൊവിഡൻസ് ഓഫ് ഗോഡ്, ദൈവിക കരുതൽ. അവൻ നിങ്ങൾക്ക് സകല നന്മയിലും നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്തട്ടെ. നമുക്ക് അവൻ എന്ത് തരും? നന്മ തരുന്ന ദൈവമാണ്. ചില നന്മയൊക്കെ മുടങ്ങിപ്പോയെന്നോർത്ത് ഭാരപ്പെടണ്ട. ചില നന്മകളൊക്കെ വരാൻ താമസിക്കുന്നെന്നോർത്ത് ഭാരപ്പെടണ്ട. തക്ക സമയത്ത് നമുക്ക് നന്മ തരുന്ന ഒരു ദൈവത്തെയാണ് ആമേൻ നാം സേവിക്കുന്നത്. ആമേൻ. നാലാമത്തെ പി എന്ന് പറയുന്നത് പ്രൊപ്പീഷിയേഷൻ. ചില കട്ടിയുള്ള വാക്കാണെങ്കിൽ മലയാളം ഞാനങ്ങ് പറയാം. പ്രായച്ചിത്തം. പ്രൊപ്പീഷിയേഷൻ, പ്രായച്ചിത്തം. അതാണ് ആദ്യം പറയുന്നത്. ഓർഡർ അനുസരിച്ച് ഞാനത് മാറ്റിയതേ ഉള്ളൂ. ആമേൻ. പ്രായച്ചിത്തം. അവിടെ മുതൽ നമുക്ക് തുടങ്ങാം. ഈ യേശു ക്രിസ്തു വലിയ ഇടയനാകാൻ കാരണം എന്താണ്? ആമേൻ. നിത്യ നിയമത്തിന്റെ രക്തം നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞുകൊണ്ടാണ്. യേശുദാൻ ഈ ഭൂമിയിലാകുമ്പോൾ ഇങ്ങനെ പറഞ്ഞു, നല്ല ഇടയൻ എന്ത് ചെയ്യുന്നു? ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ നൽകുന്നു. യേശു ക്രിസ്തു വലിയ ഇടയനാകാൻ, നല്ല ഇടയനാകാനുള്ള ഏക കാരണം എന്താണ്? അവൻ ചെയ്ത അത്ഭുതങ്ങളൊന്നുമല്ല. അത്ഭുതങ്ങൾ ഏറ്റവും വിലയേറിയതാണ്. വീര്യപ്രവൃത്തികളല്ല, കടലിന്മേൽ നടന്നതല്ല, 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചത് കൊണ്ടല്ല യേശു വലിയ ഇടയനായത്. പിന്നെന്താണ്? ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ തന്നത് കൊണ്ടാണ് യേശു ഇന്ന് വലിയ ഇടയനെന്ന് നാം വിളിക്കാനിടയായി തീരുന്നത്. ജീവൻ തന്ന ഇടയൻ. നിങ്ങൾ നോക്കിക്കേ, അവൻ ഇടയന് വേണ്ടി ആട് മരിക്കുന്നത് വളരെ സാർവലൗകികമാണ്, യൂണിവേഴ്സൽ, അസ്വാഭാവികമായ കാര്യമാണ്. ഇടയന് വേണ്ടി ആട് മരിക്കുന്നത്. പഴയ കാലത്തൊക്കെ ആട്ടുതൊഴുത്തിൽ നിന്ന് നല്ലൊരു കാളയെ പിടിച്ചുകൊണ്ട് വരിക, ആടിനെ പിടിച്ചുകൊണ്ട് വരിക. കാരണം അവർക്ക് 10,000, 2,000, 10,000 ഒക്കെ ആടുകളുള്ളതാണ് പഴയ നിയമത്തിൽ ആട് വളർത്തൽക്കാര്, ഭക്തന്മാര്. അപ്പോൾ ഗസ്റ്റ് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ തന്നെ വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ അവരുടെ തൊഴുത്തിൽ നിന്ന് തന്നെയാണ് അവർ ആടിനെ ആമേൻ പിടിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണ്? ഇടയനു വേണ്ടി ആട് ചാകുന്നത് സാധാരണമാണ്. പക്ഷേ ആടുകൾക്ക് വേണ്ടി ഇടയൻ മരിച്ചത് ലോക ചരിത്രത്തിൽ ഒന്ന് മാത്രം. നമ്മുടെ സാക്ഷാൽ ഇടയനായ നസറേയനായ യേശു ക്രിസ്തു. നമ്മുടെ കരങ്ങളുയർത്തി നല്ല കർത്താവിന് വാഴ്വ് കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി, ആളുകൾക്ക് വേണ്ടി ഇടയൻ മരിച്ചത് ലോക ചരിത്രത്തിൽ അപൂർവങ്ങളിൽ അപൂർവമാണല്ല, ഒന്ന് മാത്രം. അപ്പോൾ ഈ വചനം പറയുകയാണ്, ഈ വലിയവനായ കർത്താവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് ആമേൻ സമാധാനമുണ്ടാകട്ടെ, നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന ആശീർവാദ വചനമാണ്. ഞാൻ വേഗത്തിൽ ഇനി പോകാം. യേശു ക്രിസ്തു ആമേൻ വലിയ ഇടയൻ. എബ്രായ ലേഖനത്തിൽ തന്നെ നമ്മൾ നോക്കുമ്പോൾ അതിന്റെ 2:4 ഞാൻ പറഞ്ഞത് യേശു വലിയ ഇടയനാകാൻ കാരണം എന്താണ്? ആടുകൾക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. രണ്ടാമതൊരു കാര്യം, യേശു വലിയ ഇടയനാകാൻ കാരണം എന്താണ്? നമുക്ക് അവന് ജീവനെ തന്നൊരുക്കിയിരിക്കുന്ന രക്ഷ എന്താണ്? വലിയ രക്ഷ. ഇത്ര വലിയ രക്ഷയെ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ആമേൻ. അപ്പോൾ യേശു വലിയ ഇടയനാകാൻ കാരണം എന്താണ്? ദൈവത്തിന്റെ ജനമേ, നമുക്ക് വേണ്ടി അവൻ ഒരുക്കിയ രക്ഷ എന്താണ്? അതിന്റെ വില എന്താണ്? വലിയ രക്ഷ. ഇനി ശ്രദ്ധിക്കണേ, പ്ലീസ് ശ്രദ്ധിക്കണേ. ദൈവത്തിന് ആകാശവും ഭൂമിയും ഉണ്ടാക്കുവാൻ ഒരു വാക്ക് മതിയായിരുന്നല്ലേ? ഒരു വാക്കിനാൽ ഉളവാക്കിയെല്ലാം എന്നാണ് പാട്ടുകാരൻ പാടുന്നത്. ആമേൻ. ദൈവത്തിന് ആകാശഭൂമി, വാനഭൂമികളെ, സർവപ്രപഞ്ചത്തെ സൃഷ്ടിക്കുവാൻ നമ്മുടെ കർത്താവിന് ഒരു വാക്കു മതിയായിരുന്നു, ഉണ്ടായി വരട്ടെ. എന്നാൽ പാപത്തിൽ വീണുപോയ മാനവരാശിയെ വീണ്ടെടുക്കാൻ അവനൊരു വാക്കു പോരായിരുന്നു. സർവപ്രപഞ്ചത്തിലും ഒതുങ്ങാത്ത ദൈവം തമ്പുരാൻ ഒരണുവായി കന്യകയിൽ ഒതുങ്ങേണ്ടി വന്നു.
അവൻ ഈ ഭൂമിയിൽ ഒരു ശിശുവായി തീരേണ്ടി വന്നു. ഇങ്ങനെ പറഞ്ഞാൽ പാറക്കല്ലും പാമ്പും പഴുതാരയുമുള്ള പാപലോകത്തിൽ ഒരു സാധാരണക്കാരനായ മനുഷ്യനായി അവൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. മാത്രമോ അവനവന്റെ ശുശ്രൂഷയുടെ ഈ ഭൂമിയിലെ അവന്റെ ആയുസ്സിന്റെ അവസാനം ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഹീനജനനം, ലോകവരെ കണ്ടിട്ടില്ലാത്ത ദാരുണ മരണം നമുക്ക് വേണ്ടി നേരിടേണ്ടി വന്നു. എന്തിനു വേണ്ടി? ഒരു വലിയ രക്ഷ നമുക്ക് തരേണ്ടതിന് വേണ്ടി. രക്ഷിക്കപ്പെട്ട ജനമേ, നിങ്ങളോടൊന്ന് പകരം എനിക്ക് പ്രബോധിപ്പിക്കാൻ കർത്താവിന്റെ എളിയ ദാസൻ എന്നുള്ള നിലയിൽ കുഞ്ഞുങ്ങളെ നിങ്ങളോട് പ്രബോധിപ്പിക്കാനുള്ളത്, ഒരു ഫ്ലൈറ്റ് പോയാൽ നമുക്ക് വീണ്ടും വേറൊരു ഫ്ലൈറ്റിന് പോകാം. ഒരു ബസ് മിസ്സായാൽ വേറൊരു ബസ് നമുക്ക് കിട്ടും. പക്ഷെ ഈ വലിയ രക്ഷ നഷ്ടമാക്കിയാലുണ്ടല്ലോ, വീണ്ടും വേറൊരു ഓപ്ഷൻ ഇല്ല, വേറൊരു ചോയ്സ് ഇല്ല. അതുകൊണ്ടാണ് പറയുന്നത്, ആമേൻ, കർത്താവായ യേശു ക്രിസ്തുവിനെ നമ്മൾ തള്ളിക്കളയരുത്. അവൻ ശുദ്ധീകരിച്ച് നമ്മുടെ നിയമരക്തത്തെ നമ്മൾ അഗണ്യമാക്കി കളയരുത്. അവൻ ഇത്ര വലിയ രക്ഷ, യേശു വലിയ ഇടയനാകാൻ കാരണം എന്താണ്? വലിയ രക്ഷയാണ് ദൈവം നമുക്ക് നൽകിയത്. ഇത്രമാത്രം അവൻ നമുക്ക് വേണ്ടി ഹീനനായി ക്രൂശ് മരണം സഹിച്ചതിനു വേണ്ടിയാണ്. ഇങ്ങനെ നമുക്ക് പഠിച്ചാൽ കഴിയും. ഗത്സമന, ആമേൻ, ഗത്സമന, ചോര, വിയർപ്പ് ചോരത്തുള്ളികളായി തീർന്നത് ഗത്സമനയിലെ അനുഭവങ്ങൾ, പാവത്തെ ഏറ്റെടുപ്പാണ്. അതുപോലെ ഗബഥ, പീലാത്തോസിന്റെ കൽപ്പളത്തിൽ ആമേൻ കുനിച്ചു നിർത്തി അവനെ ചമ്മട്ടി കൊണ്ട് ആമേൻ ശരീരം പിഴുതു പോകുമാർ ക്രൂരമായ ചമ്മട്ടി കൊണ്ടുള്ള ആമേൻ അടി. ഗബഥ, ഗത്സമന, ഗബഥ. പിന്നെ ഗോൽഗോഥയിലേക്ക് നിങ്ങൾ നോക്കിക്കേ. ആമേൻ, ആ ക്രൂരമര കുരിശിൽ കർത്താവിനെ കൈകാലുകൾ ചേർത്ത് വെച്ചിട്ട് 6 ഇഞ്ചിലധികം നീളമുള്ള കാലിരുമ്പാണി കൊണ്ട് ആഞ്ഞടിച്ച് ആ കുരിശിനെ ഉയർത്തിയിട്ട് പാറയിലെ ആ കുഴിയിലേക്ക് എടുത്തിട്ടപ്പോൾ ആമേൻ അവന്റെ അസ്ഥികൾ ആമേൻ ബന്ധം വിട്ട് പോകുമാറ്. ആമേൻ ബന്ധം വിട്ടില്ല, കാരണം ഓടിയില്ലെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പക്ഷേ ആമേൻ അവനെ ആ കുഴിയിലേക്ക്, ആ കുരിശിന്റെ കാല് താഴേക്ക് ഇട്ടപ്പോൾ മുഴുവനും ആമേൻ ശരീരം മുഴുവനും തകരുവാനിടയായി തീർന്നു. എന്തിനു വേണ്ടിയാണ്? ആമേൻ നമുക്കൊരു വലിയ രക്ഷകൻ ഉണ്ടാകേണ്ടതിന്, നമുക്കൊരു നല്ല ഇടയനെ, വലിയ ഇടയനെ ലഭിക്കേണ്ടതിന്, നമുക്കിവിടെ ഇരുന്ന് ഈ റോളയിലുള്ള ഈ ആമേൻ സ്തോത്ര ഗ്രേസ് ചർച്ചിലിരുന്ന് കർത്താവേ നീ വലിയവൻ, നീ നല്ലവൻ, ആമേൻ നീ അല്ലാതെ എനിക്കൊരു നന്മയില്ല ആമേൻ എന്ന് കർത്താവിനെ പാടി ആരാധിച്ച് സന്തോഷിക്കുവാൻ, നമ്മുടെ ഭാരങ്ങളെല്ലാം ഇറക്കി വയ്ക്കുവാൻ, വേദനകളെല്ലാം മറക്കുവാൻ, സന്തോഷിക്കുവാൻ ഇങ്ങനൊരു സഭയെ ദൈവം ഇവിടെ നൽകിയത്. അതിന്റെ പിന്നിൽ നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി തകർന്നു. ആമേൻ. മാത്രമല്ല ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു സുവിശേഷം ഉണ്ടാകുവാൻ ദൈവത്തിന്റെ ദാസന്മാരെ കർത്താവിന്റെ വചനം സുവിശേഷം അറിയിക്കുവാൻ നമുക്ക് കിട്ടിയ ഭാഗ്യം അത്ര വലുതാണ്. ഇത് ലോകത്തോട് പറയാൻ ആമേൻ ഒരു സുവിശേഷം ഉണ്ടാകേണ്ടതിന് നമ്മുടെ കർത്താവ് ആമേൻ പങ്കപ്പാടുകൾ സഹിച്ചു, ക്രൂര മരണം സഹിച്ചു. മാത്രമോ മാറാരോഗ്യങ്ങളിൽ നിന്ന്, തീരാവ്യാധികളിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം തരുവാൻ, തന്റെ ആളുകളുടെ മുറിവുകൾ കെട്ടുവാൻ, ആളുകളുടെ ഭയം മാറുവാൻ അവരെന്ത് ചെയ്തു? നമുക്ക് വേണ്ടി. എനിക്കൊരു 2 വാക്യം വായിച്ചാൽ കൊള്ളാമെന്നുണ്ട്. സമയമുണ്ടോ എനിക്കറിയാം. വായിക്കുന്ന വേഗം എടുക്കാൻ നിങ്ങൾ മിടുക്കരായോണ്ട് ആദ്യം വായിക്കുക 22:4 സങ്കീർത്തനം. 22 സങ്കീർത്തനം 14 വാക്യം ഒരാൾ വായിച്ചാട്ടെ. കാണാതെ വന്ന മേഘങ്ങൾ അവന് മറയായിരുന്നു. 22 സങ്കീർത്തനം 14 വാക്യം. ഞാൻ വെള്ളം പോലെ തൂകിപ്പോകുന്നു, എന്റെ അസ്ഥികളെല്ലാം
ബന്ധം വിട്ടിരിക്കുന്നു. Yes. എന്റെ ഹൃദയം എന്റെ ഹൃദയം മെഴുകുപോലെയായി മെഴുകുപോലെയായി എന്റെ കുടലിന്റെ നടുവെ ഉരുകിയിരിക്കുന്നു. എന്റെ ശക്തി ഓട്ടുകഷ്ണം പോലെ. മതി മതി മതി. ഇവിടെ പറയുന്നു എന്റെ ഹൃദയം കുടലിന്റെ പോലെയായി. അവിടെ പറയുന്നു കുടലിന്റെ നടുവേ 14-ാം വാക്യം. ഓക്കെ, അത് മതി. ആ ഭാഗമാണ്, ആ വാക്കുകളാണ് എനിക്ക് വേണ്ടത്. എന്റെ ഹൃദയം കുടലിന്റെ നടുവേ കുടലിന്റെ നടുവേ ഉരുകിയിരിക്കുന്നു. അപ്പോൾ നോക്കി, യേശു ക്രൂശിൽ മരിച്ചു കിടക്കുമ്പോൾ ഹൃദയം മെഴുകുപോലെ ഉരുകി കുടലിലേക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. എന്തിനു വേണ്ടിയാണെന്ന് പറയാം. 26-ാം വാക്യം വായിച്ചാല് നമുക്ക് അതിന്റെ മർമ്മം കിട്ടുകയുള്ളൂ. എന്തിനു വേണ്ടിയാണ് അവന്റെ ഹൃദയം കുടലിന്റെ നടുവെ ഉരുകിയത്? വേഗം വായിക്കാമോ? അവിടെ ഒറ്റ വാക്യം എഴുതി, നിങ്ങളുടെ ഹൃദയം എളിയവർ തിന്ന് തൃപ്തരാകും, യഹോവയെ അന്വേഷിക്കുന്നവർ അവനെ സ്തുതിക്കും. നിങ്ങളുടെ ഹൃദയം എന്നേക്കും സുഖത്തോടിരിക്കട്ടെ. നമുക്ക് കാര്യങ്ങൾ ദൈവത്തെ സ്തുതിക്കാം. നമ്മുടെ ഹൃദയം സുഖത്തോടിരിക്കേണ്ടതിന് യേശുവിന്റെ ഹൃദയം കുടലിന് നടുവേ മെഴുകുപോലെ ഉരുകി. ഞാൻ ഈ വചനം പറയുമ്പോൾ ഇന്ന് പകൽ ആരെങ്കിലും സൗഖ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, ഇവിടെ ഇല്ലാത്ത വ്യക്തിയിൽ പോലും ആകട്ടെ, അവന്റെ അടിപ്പിടലുകളാൽ സൗഖ്യമുണ്ട്. ഇന്ന് രാത്രി ഇവിടെ വന്നിരിക്കുന്ന നിങ്ങളുടെ മേൽ ഈ കർത്താവിന്റെ രക്തത്താൽ സൗഖ്യമുണ്ട്. ഈ യേശു വലിയിടയനായി തീരുവാൻ ഈ പങ്കപ്പാടുകളെല്ലാം സഹിച്ചത് ഇക്കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയാണ്. നമുക്ക് രക്ഷയുണ്ടാകാൻ, സൗഖ്യമുണ്ടാകുവാൻ, നമുക്കൊരു സഭയുണ്ടാകുവാൻ, ഒരു ശുശ്രൂഷകരുണ്ടാകുവാൻ, ലോകത്തിനൊരു സുവിശേഷം ഉണ്ടാകുവാൻ യേശു വലിയ ഇടയനായി തീർന്നു. വേഗത്തിൽ ഞാൻ എന്റെ വാക്കുകളെ ഉപസംഹാരത്തിലേക്ക് കടന്നു വരട്ടെ. 23-ാം സങ്കീർത്തനത്തിലെ വിരൽ ചൂണ്ടിയാണ് ആയിരിക്കാം യേശു ഇത് പറയുന്ന കാരണം. ഇടയനെ ആളുകളെ കുറിച്ച് പറയുമ്പോൾ 10-ാം അധ്യായത്തിൽ ഞാനിപ്പോൾ വായിച്ചത്, ഞാൻ നല്ല ഇടയനാകുന്നു, ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നു. 9-ാം വാക്യം പറഞ്ഞ 10:9, സ്തോത്രം. ഞാൻ ആടുകളുടെ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും, അവൻ അകത്ത് വരികയും പുറത്തു പോവുകയും ചെയ്യും. ഇതെല്ലാം ന്യായപ്രമാണത്തിൽ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ 23-ാം സങ്കീർത്തനത്തെ കൂടെ കണ്ടുകൊണ്ടാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് 1-2 കാര്യങ്ങൾ കൂടെ വേഗം ചിന്തിച്ച് നമുക്ക് കടന്നു പോകാം. 23-ാം സങ്കീർത്തനം നമുക്ക് പരിചയമുള്ള സങ്കീർത്തനമാണ്. യേശു ക്രിസ്തു വലിയ ഇടയൻ എന്നുള്ള ആ കാര്യമാണ് ആ സങ്കീർത്തനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാവ്യ ഭംഗിയുണ്ട്, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ്. 1, യഹോവ എന്റെ ഇടയൻ എന്ന് ആരംഭിച്ച്, ഞാൻ യഹോവയുടെ ആലയത്തിൽ എന്ന് പറഞ്ഞ് ആദ്യവും അവസാനവും യഹോവ. നമ്മുടെ കർത്താവ് ആരാണ്? ആദ്യത്തവനുമാണ്, ഒടുക്കത്തവനുമാണ്, അൽഫയുമാണ്, ഒമേഗയുമാണ്, ആദ്യനുമാണ്, അന്ത്യനുമാണ്. നിന്റെ ക്രിസ്ത്യൻ ജീവിതത്തിൽ ദൈവം ഒരാരംഭം ഇട്ടെങ്കിൽ, അങ്ങനത്തെ താങ്കളുടെ ശുശ്രൂഷയ്ക്ക് ദൈവം ഒരാരംഭം ഇട്ടെങ്കിൽ അതിന് ശുഭകരമായ ഒരു അവസാനവും തരാൻ മതിയായ ദൈവമാണ്. ഈ രാജ്യത്തേക്ക് നിന്നെ കൊണ്ടുവന്നെങ്കിൽ, ഒരു പുതിയ ആരംഭം തമ്പുരാൻ ഇട്ടെങ്കിൽ അവൻ ഒടുക്കത്തവനുമാണ്. നല്ലൊരു സമാപ്തി തരാൻ പകൽക്കാലം തിരിച്ചറിയാൻ ദൈവത്തെ കരങ്ങൾ തട്ടിയൊന്ന് ആരാധിച്ചാട്ടെ. നീ വെറും കൈയായി പോകുകയില്ല, നീ ബദ്ധപ്പാടോടെ പോകുകയില്ല. യഹോവയുടെ ഉപകരണങ്ങളെ ചുമക്കുന്നവരെ അവൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നവനാണ്. കാരണം യേശു ആരാണ്? ആരംഭങ്ങളുടെ ദൈവം മാത്രമല്ല, അനേകർക്ക് ആരംഭിച്ചിട്ട് ഇട്ടേച്ചു പോകാൻ പറ്റും. എന്നാൽ യേശു ആരാണ്? വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനെന്നാണ്. നല്ലൊരു ആരംഭം എന്നിലും നിങ്ങളെ കുറിച്ചെങ്കിൽ അതിനൊരു സമാപ്തി വരുത്താൻ, നല്ലൊരു അവസാനം വരുത്താൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഒത്തിരി ചിന്തകളാൽ ധന്യമാണെങ്കിലും നമുക്ക് സമയത്തിന്റെ പരിമിതിയുള്ളൂ. അപ്പോ യഹോവ എന്ന് ആരംഭിച്ച് യഹോവ എന്ന അവസാനം. ബാക്കി സ്ഥലങ്ങളിലൊക്കെ എന്താണ്? സ്തോത്രം, നീ എന്നെ നടത്തുന്നു, എന്നൊക്കെയാണ് പറയുന്നത്. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയും. ഹല്ലേലൂയ. എന്നാൽ ആദിയിലും അവസാനം മാത്രമാണ് യഹോവ. ഇതൊരു യാത്രയാണ്. ഈ സങ്കീർത്തനം ഇടേന്റെ കൂടെ ആടുകൾ ഇങ്ങനെ യാത്ര ചെയ്യുകയാണ്. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം എന്താണ്? യാത്രയാണ്. സ്തോത്രം.
നിങ്ങൾ ശ്രദ്ധിച്ച് ആമേൻ. ഈ യാത്ര, ഇപ്പോൾ യാത്രയെ കുറിച്ച് ചിന്തിക്കുമ്പോഴെന്താണ്, നമ്മളിവിടെ നിന്ന് അങ്ങോട്ട് യാത്ര ചെയ്യുകയാണ് കാറിൽ. ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന, വാഹനമുള്ളവർ നമ്മുടെ സഭയിൽ വരണമെന്ന് ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കാറ് കർത്താവിന്റെ ദാസ്. കാരണം ഓരോ ഇടങ്ങളിൽ നിന്ന് ഈ എമിറേറ്റ്സിന്റെ പല എമിറേറ്റ്സുമായിട്ട് അതിരിടുന്ന സ്ഥലങ്ങളാണ് ഇവിടെയൊക്കെ. എല്ലാ ഇടങ്ങളിലും ജനം കടന്നു വരാൻ നമുക്ക് എന്ത് ചെയ്യണം? വാഹനമുള്ളവർ ഇനിയും എഴുന്നേൽക്കണം. അനേകര് കടന്നു വരുന്ന നാളുകളിൽ ദൈവം നമ്മെ സഹായിക്കും. അപ്പൊ ഞാൻ പറഞ്ഞത്, നമ്മൾ വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ യേശു ഒരു സ്ഥലത്ത് നിന്ന് കൈ നീട്ടുകയാണ്. യേശുവാണെന്ന് മനസ്സിലായി നമ്മൾ ആരും കാല് കൊടുത്ത് പോവുകയില്ല. കാരണം അങ്ങനെ പോകാൻ നമുക്ക് പറ്റുകയില്ല. ഉദാഹരണമാണ്, ഇമാജിൻ. അപ്പോൾ നമ്മൾ കൈ നീട്ടി, യേശു കൈ നീട്ടി നമ്മുടെ വാഹനം നിർത്തി. സാധാരണഗതിയിൽ നമ്മൾ ചെയ്യാൻ സാധ്യതയുള്ളത് കർത്താവിന് ഏറ്റവും ഗസ്റ്റ് സീറ്റ് അല്ലേ അവിടെ കൊടുത്തതിന് ശേഷം കർത്താവിനെ അവിടെ സേഫായിട്ട് ഇരുത്തിയിട്ട് നമ്മൾ വീട് സ്റ്റാർട്ട് ചെയ്ത് കടന്നു പോകും. പക്ഷെ അതാണോ വേണ്ടത്? നമ്മുടെ കർത്താവ് ആരാണ്? അവനാണ് വാഹനത്തിന്റെ ഉടയവൻ. കമ്പനിയാൽ ഉണ്ടാക്കിയതിന് വേണ്ടിയുള്ള എല്ലാ സാങ്കേതിക വിദ്യയും മെറ്റീരിയലും എല്ലാം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയത് യേശുവല്ലേ? അപ്പം അർത്ഥാൽ ഈ വാഹനത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? യേശുവാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ട, അവന്റെ കയ്യിലേക്ക് ഈ ചാവി, ഈ കീ അങ്ങോട്ട് കൊടുത്തിട്ട്, കർത്താവേ ഇരുന്നാലും നീ നയിച്ചാലും എന്ന് പറഞ്ഞ് നമ്മൾ മാറി. അതാണ് ക്രിസ്തീയ ജീവിതം. ഇടയനാണ് നമ്മെ നയിക്കുന്നത്. യേശു നമ്മുടെ വീട്ടിൽ വന്നാൽ നമ്മൾ ഗസ്റ്റ് റൂം, വീടൊക്കെ തുറന്നതിന് ശേഷം ഗസ്റ്റ് റൂം യേശുവിന് കൊടുക്കും. കർത്താവേ ഇതാണ് ബെഡ്, നെറ്റി പോയി വേണ്ട കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്, എല്ലാ ആവശ്യം പോലെ. പക്ഷെ അതല്ല വേണ്ടത്. ആമേൻ. ഭവനത്തെക്കാൾ ഭവനം ചമച്ചവനാണ് ഏറ്റവും മാന്യത. ആമേൻ. നമ്മുടെ വീട്ടിലെ ഗസ്റ്റ് അല്ല യേശു, വീടിന്റെ ഉടമയാണ്. അത് തിരിച്ചറിഞ്ഞൊരു ദൈവത്തെ സ്തുതിച്ചാട്ടെ. അവന്റെ കയ്യിലേക്ക് ആ ചാവി കൊടുത്തിട്ട്, കർത്താവേ നീയായിരിക്കും ഇതിന്റെ നായകൻ, അവിടെ നിന്നാണ് ഇതിന്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ മുമ്പിൽ നമ്മുടെ ലാപ്ടോപ്പ് എല്ലാം കൂടെ സറണ്ടർ ചെയ്യണം. മൊബൈൽ ഫോൺ അവന്റെ നിയന്ത്രണത്തിലാകണം. ആമേ ഐപാഡും നമ്മുടെ അലമാരിയും നമ്മുടെ പേഴ്സും എല്ലാം അവന്റെ കൺട്രോളിലാകണം. യേശു നടത്തുന്ന ആടെന്ന് പറയുന്നത്. വേഗത്തിൽ നമുക്ക് മുമ്പോട്ട് പോകാം. എന്നെ ചിന്തിപ്പിച്ച ഒരു കാര്യം, വേഗത്തിൽ നിന്ന് ഈ ആട് എന്ത് ചെയ്യാണ്? കിടക്കുകയാണ്. പച്ചയായ പുൽപ്പുറത്തിൽ അവരെന്നെ കിടത്തുന്നു. ഒരാട് കിടക്കണമെങ്കിൽ, ഇവിടെ ആടിനെ കാണാത്തവരും ആടിനെ വളർത്താത്ത അല്ലെങ്കിൽ വളർത്തുന്നത് കണ്ടിട്ടില്ലാത്തവരാരുമില്ല. വളർത്തിയവർക്ക് ഈ ആട് കിടക്കുകയാണ്. ഒരാട് കിടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? സ്വാഭാവികമായിട്ട് രണ്ട് മൂന്ന് കാര്യം, അത് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കും. ഒന്ന്, ഈ ആടിന് ഭയത്തിൽ നിന്ന് മുക്തി ഉണ്ടാവണം. ഒരു ഭയം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതിന്? ഷീപ്പ് മസ്റ്റ് ഫ്രീ ഫ്രം ഫിയർ. 5-8 ആടുള്ള ഒരു തൊഴുത്തിൽ നിന്ന് ആടിനെ വാങ്ങുന്നതൊക്കെ പരിപാടി ഉണ്ടല്ലോ. കച്ചവടത്തിന് വേണ്ടി ഒരാടിനെ വാങ്ങി നമ്മൾ നമ്മുടെ വീട്ടിൽ കൊണ്ട് കെട്ടിയാൽ അന്ന് രാത്രി വീട്ടുകാരും ഉറങ്ങുകയില്ല, നാട്ടുകാരും ഉറങ്ങുകയില്ല, ആളും ഉറങ്ങുകയില്ല. അത് വേറെ കാര്യമാണ്. പറയുകയല്ല, ചോദിക്കും. കാരണം എന്താണ്? അതിന് പരിചയമില്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് അപരിചിതമായ ഒരു സ്ഥലത്ത് വന്നപ്പോഴെന്താണ്? ഇൻസെക്യൂരിറ്റി ഫീലിങ്, മൊത്തം ഭയം. തന്നെ ആക്രമിക്കുന്ന എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടോ? തികച്ചും പരിചയമില്ലാത്ത അന്തരീക്ഷം. എന്താണ്? ഒരാഴ്ചയെങ്കിലും എനിക്ക് അനുഭവമുണ്ട്. പണ്ടൊക്കെ ആട് വളർത്തിയതൊക്കെ ഓർക്കുന്നുണ്ട്. എൻ്റെ വീട്ടില് ഇങ്ങനെ അലച്ചോണ്ടിരിക്കും, കരഞ്ഞോണ്ടിരിക്കും. എന്താ കാരണം? അതിന് ഒരു ഭയം, സുരക്ഷിതത്വ ബോധമില്ല, ഇൻസെക്യൂരിറ്റി ഫീലിംഗ്. പക്ഷെ ഈ ആട് എന്ത് ചെയ്യാണ്? കിടക്കുകയാണ്. കാരണം അതിന് കർത്താവ് അതിനെ നോക്കുന്നതുകൊണ്ട്. ഉറങ്ങിയാലും ഉറങ്ങാത്ത ഒരുവൻ എന്റെ ഇടയനായിട്ടുള്ളത് കൊണ്ട് ഈ ആടെന്ത് ചെയ്യാണ്? സുഖമായിട്ട് കിടക്കുകയാണ്, എന്നെ കിടത്തുന്നു. രണ്ടാമത് ഈ ആട് കിടക്കണമെങ്കിൽ മറ്റൊരു കാര്യം എന്താണ്? വിശപ്പിൽ നിന്ന്. ഷീപ്പ് മസ്റ്റ് ഫ്രീ ഫ്രം ഹങ്കർ. ആമേൻ. അതെ, വിശപ്പിൽ നിന്ന് എന്ത് ചെയ്യണം? മോചനം ഉണ്ടെങ്കിൽ. വിശക്കാത്ത ഒരാളെന്ത് ചെയ്യും? അത് ഇങ്ങനെ അലച്ചോണ്ടിരിക്കും.
ഈ ആട് ഇവിടെ കിടക്കുക. കാരണം എന്താണ്? നല്ല ഇടയൻ പച്ചപ്പുൽമേടുകളിലൂടെ വചനത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും ആമേൻ ഈ ആടിന് നൽകി കൊടുക്കുന്നുണ്ട്. വചനമാകുന്ന മെച്ചിൽ പുറത്തു നിന്ന് മെച്ചമായ ആഹാരം ഇതിന് കിട്ടുന്നത് കൊണ്ട് വിശപ്പില്ല. ഇതാ എല്ലാ ദൈവകരങ്ങളിൽ ഫലമേൽപ്പിച്ചിട്ട് ദൈവവചനം വിശ്വസിച്ച് ഉരുവിട്ട് വായിച്ച് ധ്യാനിച്ചെത്തിയാണ് എല്ലാം കർത്താവിന്റെ കരങ്ങളിൽ ഫലമേൽപ്പിച്ചിട്ട് കിടക്കുകയാണ്. ഇയാള് കിടക്കുന്നത്. മൂന്നാമത്തെ ഒരാൾ കിടക്കണമെങ്കിൽ അതിനെന്ത് വേണമെന്നറിയാവോ? ഡിസ്റ്റർബൻസസിൽ നിന്ന് ഒരു മോചനം വേണം. ഷീപ്പ് മസ്റ്റ് ഫ്രീ ഫ്രം ഡിസ്റ്റർബൻസസ്. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ തീറ്റയൊക്കെ തിന്നുമ്പോൾ അതിൻ്റെ അകത്ത് ചിലപ്പോഴും ഈ ഇൻസെക്ട് കീടങ്ങളൊക്കെ ഇതിൻ്റെ അകത്തിരിക്കും. അതറിയാതെ ഉള്ളിൽ പോകുമ്പോഴെന്താണ്? ദഹനം, വയറിങ്ങനെ വീർത്തിരിക്കുക. ആമേൻ. ദഹനക്കേട്. ആമേൻ. അതുകൊണ്ട് അതിന് കിടക്കാൻ പറ്റത്തില്ല. പക്ഷെ ഈ ആട് എന്താണ്? കാരണം ഇതെന്താണ്? ദുരുപദേശം കാണുന്നതെല്ലാം വെട്ടി വീഴുകയല്ല. ദൈവങ്ങൾ യൂട്യൂബിൽ കാണുന്നതെല്ലാം കയറിയൊക്കെ വിശ്വസിക്കരുത്. ഇന്ന് പ്രസംഗം എല്ലാ ഉപദേശം യൂട്യൂബിൽ കിട്ടും. അതെല്ലാം കേട്ടിട്ട് ആമേ അത് ശരിയാണ് ഇത് ശരിയാണോ എന്ന് പറഞ്ഞ് ചോദിച്ച് നടക്കരുത്. സത്യോപദേശം നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഉറച്ചു നിന്നിട്ട് വേണം. അവൻ കാണുന്നതെല്ലാം നമ്മൾ എന്ത് ചെയ്യരുത്? അവൻ ശരിയാണെന്ന് വിചാരിക്കരുത്. എല്ലാ കഥാദാസൻ ഓർപ്പിച്ചതുപോലെ എല്ലാതും ശോധന ചെയ്യാം, എല്ലാതും മുറുകെ പിടിക്കരുത്. പിന്നെന്താണ്? നല്ലത്, വചനത്തെ യോജിച്ചത്, ഉപദേശത്തിന് യോജിച്ചത് അവ മാത്രമേ പിടിക്കാവൂ. അല്ലെങ്കിൽ എന്താണ്? ആരാധനയുടെ നമുക്ക് ആരാധിക്കാൻ പറ്റുന്നത്. കാരണം മറ്റത് മനസ്സിലിരിക്കുക എല്ലാം സംശയമാണ്. ഈ ആടെ സംശയം എന്താണ്? അതിനൊരു ഡിസ്റ്റർബൻസും ഇല്ല. കാരണം എന്താണ്? നല്ലതായിരിക്കുന്ന വിഷമില്ല. ആമേൻ. അതിൻ്റെ അകത്ത് മായമില്ല. എല്ലാം എന്താണ്? ആമേൻ. ഒറിജിനലായിട്ടുള്ള നല്ല തീറ്റ ഇത് കഴിക്കുന്നുണ്ടെന്നാണ്. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കട്ടെ. ആമേ. അങ്ങനെ എന്ത് ചെയ്യുന്നു? ഇയാളെ കിടക്കും. ഒറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കും. ഈ സങ്കീർത്തനം നോളന്ന് അവലോകനം ചെയ്യുമ്പോഴേ ആമേ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. ആമേ. ഇനി എപ്പോഴേലും വന്ന് ഞാൻ ചോദിക്കും. അവിടെ മനസ്സിൽ വെച്ചിട്ടുണ്ട്. നോക്കിയേ, 3-4 കാര്യങ്ങളാണ്. ഒന്ന്, ഇടയൻ മുൻപിൽ കൂടെ കടന്നു പോകുന്നു. മുൻപിൽ ആരാണ്? ഇടയൻ. ഞാൻ മുമ്പേ പോകുന്ന ആളുകൾ എൻ്റെ പിമ്പിൽ തന്റെ ശബ്ദം കേൾക്കുന്നു. ഇടയൻ മുൻപിൽ പോകുന്നു. ദൈവം പറഞ്ഞതിന് മുമ്പേ അവരെ രാജ്യവും അന്വേഷിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ, ആരും പിണ്ണാക്കിന് വേണ്ടി തേങ്ങ ആട്ടത്തില്ല. പെല്ലറ്റ്, പിണ്ണാക്ക്. എനിക്ക് ആ വാക്ക് മനസ്സിലാവുന്നുണ്ടോന്ന് എനിക്കറിയത്തില്ല. പല സ്റ്റേറ്റിലുള്ളവരുള്ളതുണ്ട്. പക്ഷെ എണ്ണയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? തേങ്ങ ആട്ടുന്നത്. പക്ഷെ എണ്ണ കിട്ടുമ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? അപ്പോൾ നമ്മുടെ ആ ഭൗതികമായ കാര്യങ്ങളൊക്കെ ദൈവം നമുക്ക് തരും. നമ്മൾ ഇടയരെ നോക്കി അങ്ങ് പോയാൽ മതി. അതിനോട് കൂടെ ആമേ തേങ്ങ എണ്ണയ്ക്ക് വേണ്ടി തേങ്ങയാട്ടുമ്പോൾ പിണ്ണാക്ക് അതിൻ്റെ കൂടെ കിട്ടുന്നത് പോലെ ഇടയനെ ഓർത്ത്, ഇടയനെ ധ്യാനിച്ച്, ഇടയനെ എല്ലാത്തിനും മുൻനിർത്തി മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് വേണ്ടതെല്ലാം അതിനോടുകൂടെ തരും. മുമ്പിൽ ഇടയൻ ശ്രദ്ധിച്ചാണ്. പിറകിലാരാണ്? 2 പേര്, നന്മയും കരുണയും. എൻ്റെ ആയുഷ്കാലമെല്ലാം എന്നെ എന്ത് ചെയ്യും? പിന്തുടരും. അപ്പോൾ മുമ്പിൽ ഇടയൻ, പിറകിൽ നന്മയും കരുണയും. ഇടതുണ്ട് വടി, വലതുവശത്ത് കോല്. അപ്പൊ ഇത്ര ആയല്ലോ. മുമ്പിലായി, പിൻപിലായി, ഇടതായി, വലതായി. മുകളിൽ എന്താണ്? എൻ്റെ തലയിൽ എണ്ണ കൊണ്ട്, താഴെ എന്താണ്? പച്ചപ്പുൽ വേണം. അങ്ങനെ നോക്കിയാൽ ഈ ഇടയുടെ കൂടെ നടക്കുന്നത് എത്ര അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളെയും പൊതിഞ്ഞു സൂക്ഷിക്കുന്ന. അതുകൊണ്ട് പ്രിയരെ, ഇടയനെ ഒരിക്കലും മറന്നു കളയരുത്. ആമേ. നിങ്ങൾ അന്യരാജ്യത്താണ്. നിങ്ങളെ ചിലപ്പോൾ വലിയവരാക്കും ദൈവം. ആമേ. നിങ്ങള് അപ്പനും അമ്മയും ഒക്കെ ഇല്ലാത്ത സാഹചര്യങ്ങളിൽ ചിലപ്പോൾ പഠനത്തിനോ ജോലിക്കോ ഒക്കെ വേണ്ടി പോകേണ്ടി വന്നേക്കാം. പക്ഷെ എന്ത് ചെയ്യരുത്? ഇടയനന്റെ അതിൽ നിന്നൊരിക്കലും മാറിപ്പോകരുത്. അവന്റെ അടുക്ക് നിൽക്കുന്നിടത്തോളം കാലം മുമ്പിൽ, പിറകിൽ, ഇടത്ത്, വലത്ത്, മുകളിൽ, കീഴിൽ എല്ലായിടത്തും സംരക്ഷണമാണ്. നമുക്ക് കരങ്ങൾ ഉയർത്തി നല്ലൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. ഞാൻ അവന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും. കർത്താവിനെ വെച്ചാൽ നമുക്ക് കാണാം. അല്ലെങ്കിൽ വലിയ ഇടയനോടുകൂടെ
നല്ല ഇടയനോടുകൂടെ ആ സ്വർഗീയാലയത്തിൽ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്ന ആ സുന്ദര നിമിഷങ്ങളിൽ നമുക്ക് ഒരുമിച്ച് കാണാം. അല്ലെങ്കിൽ കർത്താവിനെ വെച്ചാൽ ഈ ഭൂമിയിൽ കാണാം. ആമേ. കർത്താവിന്റെ അഭിഷിക്തനെയും കുടുംബത്തെയും ഇവിടെ വന്ന എല്ലാ ദൈവമക്കളെയും ദൈവം നമ്പർ എല്ലാ നന്മകളാലും നിറയ്ക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വചനങ്ങളിൽ ഞാൻ ഇരിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.